കഴിഞ്ഞ വർഷം അകം എന്ന മൂവി പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ മൂവി. ഈ വർഷം ചായില്യം ഒരു ഫെസ്റ്റിവൽ സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം ദൈവം സഹായിച്ച് എനിക്ക് നല്ലൊരു ഫിലിം അകമായിട്ട് വരാൻ പറ്റി. ഇത്തവണയും അതേപോലെ പവർഫുള്ളായിട്ട് ചായില്യം എന്ന് പറയുന്ന ഫിലിം ഉണ്ട്. ചായില്യത്തിൽ ഞാൻ ഗൗരിയാണ്, അകത്തിൽ ഞാൻ രാഗിണിയായിരുന്നു. അപ്പം രാഗിണി എല്ലാവർക്കും ഇഷ്ടമായി. ഗൗരിയും നല്ലൊരു ബോൾഡായിട്ടുള്ള ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നൊരു ബോൾഡായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രമാണ്. അപ്പം അതെല്ലാവരും ഇത്തവണയും നല്ല ഇഷ്ടമാവണം എല്ലാവർക്കും. എങ്ങനെയായിരുന്നു ഡയറക്ടറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? മനോജ് സാറ് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അപ്പം ആക്ടേഴ്സിനൊക്കെ ഗ്രൂം ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. മനോജ് സാറിന് അറിയായിരുന്നു എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ. എനിക്കൊരു പ്രഷറും തന്നിട്ടില്ല. കുറേ സ്ഥലത്ത് സാർ എന്നെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് പറയായിരുന്നു, സാർ എനിക്ക് ആ ഇമോഷൻ മനസ്സിലാവുന്നില്ല. അപ്പം സാർ എന്നെ പറഞ്ഞ് എന്നെ കൊണ്ട് എന്താ പറയുക ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സാറിന് അറിയായിരുന്നു എന്താ വേണ്ടത്, അല്ലെങ്കിൽ സാറിൻ്റെ ഗൗരി എന്താണെന്നുള്ളത് സാറിന് നന്നായിട്ട് അറിയായിരുന്നു. അപ്പം അത് എനിക്ക് നന്നായി പറഞ്ഞും തന്നു. ഡയലക്റ്റിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ മലബാർ ഭാഷ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു റിസ്ക്? എനിക്കിഷ്ടമാണ്. പൊതുവേ ഞാൻ പട്ടാമ്പിയാണ് എൻ്റെ സ്ഥലം, പട്ടാമ്പിക്കാരിയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് അറിയാം അവിടുത്തെ. എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തുനിന്ന്. അപ്പം ആ ലാംഗ്വേജ് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഷൂട്ടിംഗ് സമയത്താണെങ്കിലും അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. കുറച്ചൊരു 3-4 ദിവസം നമ്മൾ അവരുടെ പയ്യന്നൂർ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അവരുടെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മളറിയാതെ അങ്ങനെ എനക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിലിമിൽ ഞാനല്ല ഡബ് ചെയ്തത്, കാസർഗോഡിലുള്ള ഒരു കുട്ടി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ കുട്ടിയുടെയും കൂടെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. കഴിഞ്ഞ വർഷം അകം കഴിഞ്ഞ ഉടൻ തന്നെ പ്രേക്ഷകർ ഒരു നടിയെ വിധി എഴുതി കഴിഞ്ഞിരുന്നു. ഈ വർഷം എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒന്നും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. കണ്ടു കഴിഞ്ഞിട്ട് ഇനി ആളുകളുടെ ഒരു റെസ്പോൺസ് അറിയാം എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ എനിക്ക് സ്ക്രീനിങ്ങിനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കാണാൻ വേണ്ടിയിട്ട്. ആളുകളുടെ അതേപോലെ തന്നെയാണ് ഞാനും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ സ്റ്റോറി അതൊക്കെ ഇഷ്ടമായിരുന്നു? എങ്ങനെയാണ്? എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ മലയാളത്തിൽ ചെയ്ത എല്ലാ ഫിലിംസും നല്ല പവർഫുൾ ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് കിട്ടുന്നത്. അപ്പം അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഗൗരിയും. എൻ്റെ മാക്സിമം ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രോജക്റ്റ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഞാൻ ദാവീദും ഗോലിയാത്തും എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്ത് തീർന്നു. അത് കഴിഞ്ഞിട്ട് ഗോഡ് ഫോർ സെയിൽ ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു പടം ഒരു ഷെഡ്യൂൾ തീർന്നു. പിന്നെ പറയാൻ ബാക്കി വെച്ചതെന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ട് നടക്കണം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ്.